നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. നടത്തറ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തൃശൂർ കെന്നൽ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനം 22-23 തീയതികളിൽ തോപ്പ് സ്റ്റേഡിയത്തിൽ. മാടക്കത്ര മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ താണിക്കുടം സ്കൂളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർഡ് 1 ഗണേഷ് പാണ്ഡ്യൻ, 2 വത്സല വേണു, 3 ശാലിനി സുനിൽ, 4 മോനിഷ പ്രതീഷ്, 5 ഷീന പൊറ്റേക്കാട്ട്, 6 സജിത ജനാർദ്ദനൻ, 7 ജിന്നി വർഗീസ്, 8ാം വാർഡിൽ അശ്വതി നവീൻ, വാർഡ് 9 ജോയ് ആനിക്കാട്ട്, 10ാം വാർഡിൽ അഡ്വക്കേറ്റ് CK വിജയൻ, 11 T അഖിൽ, 12 CV സുരേഷ്, 13ാം വാർഡിൽ അഡ്വക്കേറ്റ് PR രജിത്തും, 14 ജിജി ജോയും, വാർഡ് 15 രേണുക സത്യൻ, 16 PK അഭിലാഷ്, 17 ഉഷ ഉണ്ണികൃഷ്ണൻ, 18ാം വാർഡിൽ KJ ജയൻ, 19ാം വാർഡിൽ മിനു ജിതിൻ, 20ാം വാർഡിൽ ജോബി ജോസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്തിലെ മൂർക്കരിക്കര ഡിവിഷനിൽ ഗീത രവീന്ദ്രാക്ഷനും, മുളയം ഡിവിഷനിൽ ശ്രീവിദ്യ രാജേഷും, ജില്ലാ പഞ്ചായത്ത് PG ഡിവിഷനിൽ PS വിനയനുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി നടത്തറ പഞ്ചായത്തിൽ ഉള്ളത്. മാടക്കത്ര മണ്ഡലം UDF കമ്മിറ്റിയുടെ കൺവെൻഷൻ താണിക്കുടം സ്കൂളിൽ നടന്നു. കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 18 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. INTUC ജില്ലാ പ്രസിഡന്റ് DCC ജനറൽ സെക്രട്ടറിയുമായ സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ലീലാമ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. DCC മെമ്പർമാരായ CS മനോജ് കുമാർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. DCC മെമ്പർ S അജി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശകുന്തള സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം വാർഡ് ഭാരവാഹികൾ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. പക്ഷേ ഏതാനും വർഷമായി അവിടെ വിള്ളലുണ്ടായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. ആ വിള്ളൽ ഇപ്പൊ തീർന്ന് ഒരുപാട് സൗഹൃദമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തെങ്കിലും കൊച്ചു അഭിപ്രായ വ്യത്യാസം അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മൾക്കിടയിൽ എന്തെങ്കിലും കുഴിക്കുത്തുന്നുണ്ടെങ്കിൽ അനാവശ്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ തീർക്കാൻ നമുക്ക് കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ടീച്ചർ ദൗത്യം നിർവഹിച്ചു കഴിയും. ടീച്ചർ ദൗത്യം നിർവഹിച്ചു എന്ന് വെച്ചാൽ 21 സ്ഥാനാർത്ഥികൾക്ക് ടീച്ചർ ഷോണിട്ടു. ടീച്ചർ മാത്രമായിട്ടുള്ളത് നമ്മളല്ല, ടീച്ചർ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ടീച്ചർ ഒരു പ്രസംഗമില്ല, ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ബാക്കി ഓരോ വാക്ക് സംസാരിച്ച് നമുക്കിന്ന് അഭിപ്രായം അങ്ങോട്ട് പറയുന്നില്ല. കഴിയുമെങ്കിൽ ലീഡർഷിപ്പ് ആളുകൾ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞതിന് ശേഷം ഇരിക്കാവുന്ന ആളുകൾ സ്ഥാനാർത്ഥികൾ തിരക്കില്ലാത്ത ആളുകൾക്ക് ഇവിടെ നമുക്ക് വട്ടമിട്ടിരുന്ന് 10 മിനിറ്റ് സംസാരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. എല്ലാവർക്കും വിശ്വാസത്തിൽ നടന്നുകൊണ്ട് കൂടി ഞാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സജീവമായി നിൽക്കുന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് ക്രിട്ടിക്കൽ വാർഡിൽ നിന്നും ജനവിധി എന്ന പ്രിയപ്പെട്ട ജോൺസൺ മല്ലിയത്ത്, ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നമ്മുടെ സഹപ്രവർത്തകൻ ഷർജുവിനെ നേരത്തെ സൂചിപ്പിച്ചു. 4ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഷർജു, 5ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന കട്ടിലപ്പൂവത്തിൽ നിന്നും ജനവിധി തേടുന്ന സോബിനെ, യുവ നേതാവ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സോബിനെ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 6ാം വാർഡിൽ നിന്നും ശരണ്യ ജിനീഷ്, പ്രിയപ്പെട്ട 400 kV സബ്സ്റ്റേഷനിൽ ജനവിധി നേടുന്ന ശരണ്യ ജിനീഷ്, എല്ലാവർക്കും വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 7 നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രിയപ്പെട്ട ശശീധരൻ കള്ളാടത്തിൽ ചിറക്കാക്കോട് വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. പ്രിയപ്പെട്ട ശശി കള്ളാടത്തിലിന് അഭിവാദ്യം ചെയ്യുന്നു. പുത്തൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 മുന്നണികളുടെയും പത്രിക സമർപ്പണം നടന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയപരിധി നവംബർ 21 വെള്ളിയാഴ്ച 3 മണി വരെയാണ്.
പുത്തൂർ പഞ്ചായത്തിലെ BJP, കോൺഗ്രസ്, LDF എന്നീ 3 മുന്നണികളുടെ 24 സ്ഥാനാർത്ഥികൾ വീതം പത്രിക സമർപ്പിച്ചു. അതത് പാർട്ടി ഓഫീസുകളിൽ നിന്നും മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പണം നിർവഹിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി നാമനിർദ്ദേശ പത്രിക ഏറ്റുവാങ്ങി 3 പാർട്ടികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കി പരമാവധി വോട്ട് ഉറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും തീരുമാനം. തൃശൂർ കെന്നൽ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനവും മത്സരവും പെറ്റ് ഫാഷൻ ഷോയും തോപ്പ് സ്റ്റേഡിയത്തിൽ 22-23 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 30ഓളം ഇനത്തിൽപ്പെട്ട 500-ലധികം സ്വദേശി പരദേശി ശ്വാനന്മാർ പങ്കെടുക്കും. ഡോഗ് ഷോ കാണാൻ വരുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 5 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോൺ പോൾ നെല്ലങ്കര, CI മാർട്ടിൻ, സോജൻ P. ജോൺ, ബ്രിജോ ജോസ്, പിന്റോ എന്നിവർ പങ്കെടുത്തു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നൃത്ത സംഗീതാവിഷ്കാരത്തോടെ വർണ്ണാഭമായ തുടക്കം. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ സിനിമാ താരം ജയരാജ് വാര്യർ നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. 19 വേദികളിലായി 8500-ലേറെ വിദ്യാർത്ഥി പ്രതിഭകൾ മത്സരിക്കുന്നു. മുനിസിപ്പൽ ടൗൺ ഹാൾ പ്രധാന വേദിയാണ്. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ, സെന്റ് മേരീസ്, ഡോൺ ബോസ്കോ എന്നീ സ്കൂളുകൾ മറ്റു മത്സരവേദികളാണ്. 2ാം ദിവസം ഒപ്പന, മാപ്പിളപ്പാട്ട്, അക്ഷരശ്ലോകം, പ്രസംഗ മത്സരം എന്നിവ നടന്നു. ചിത്രകാരി കവിത ബാലകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം രേണു രാമനാഥൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ലക്കിടിയിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നേടാം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVT ലെവൽ 4 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾമെന്റ് സൗകര്യത്തിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999667 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? ഇടയ്ക്കൽ മൂട്ട?
കൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. അമല മെഡിക്കൽ കൗൺസിൽ നവംബർ 22 മുതൽ 26 വരെ മെഡിക്കൽ എക്സിബിഷൻ മെഡ് എക്സ് കോൺകോഡിയം സംഘടിപ്പിക്കുന്നു. ഡോക്ടർ പ്രിൻസ് എം പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. മെഡ് എക്സിന്റെ ഉദ്ഘാടനം 22-ന് 12 മണിക്ക് സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസി ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ മുഖ്യാതിഥിയാകും. ഫോറൻസിക് ശില്പശാലയിൽ DGP റവാഡ ചന്ദ്രശേഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രിൻസ് എം പോൾ, ഡോക്ടർ രാജി രഘുനാഥ്, മുഹമ്മദ് നദീം, എഡ്വിൻ ജോയ്, അന്ന ജോർജ് എന്നിവർ പങ്കെടുത്തു. ലോക ശിശുദിനത്തിൽ കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് NCC കേഡറ്റുകൾ. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC യൂണിറ്റുമായി സഹകരിച്ച് ശിശുദിനാഘോഷം വേറിട്ട മാതൃകയാക്കി. കമ്പ്യൂട്ടർ ഗെയിമുകൾക്കിടയിലും പഠനത്തിന്റെ പിരിമുറുക്കത്തിനിടയിലും വിദ്യാർത്ഥികളിലെ മാനസികോല്ലാസം നഷ്ടപ്പെടുമ്പോൾ വിശ്രമവേളകൾ ഉചിതമായി ഉപയോഗിക്കാനും കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കാനും വിദ്യാർത്ഥി സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ആവശ്യപ്പെട്ടു. 24 ബറ്റാലിയനിലെ സുബൈദാർ ഷംസുൽ റഹ്മാൻ, CHM ഗുരുപ്രീത് സിംഗ് എന്നിവർ മുഖ്യാതിഥികളായി. സീനിയർ കേഡറ്റ് ശിവമല്ലി ലോക ശിശുദിന സന്ദേശം നൽകി. കേഡറ്റുകളായ അഭിജിത്ത് M. മോഹൻ, മുഹമ്മദ് ഷംസുദ്ദീൻ CM, ആദിത്യൻ MS, ഇസബൽ ജോസ്, നന്മ മരിയ എന്നിവർ നേതൃത്വം നൽകി. പ്രതിജ്ഞയും ഷൂട്ടൌട്ട് മത്സരവും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് NCC പരിശീലന ക്ലാസുകളിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു അറിയിച്ചു. വേൾഡ് ചിൽഡ്രൻസ് ഡേ കളിക്കളങ്ങൾ തിരിച്ചുപിടിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരം സൃഷ്ടിച്ച് നല്ല പഠനം അന്തരീക്ഷം സൃഷ്ടിച്ച് വിദ്യാലയം സംശുദ്ധമാക്കി ചോര ഞരമ്പുകളിൽ നിന്ന് ഞരമ്പുകളിലേക്ക് സംവദിക്കേണ്ടതാണെന്നും കലാലയത്തിൽ ടീമുകളുടെ പേരിൽ ചോര ചിന്തേണ്ടത് ആവശ്യമില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കളിക്കളങ്ങൾ തിരിച്ചുപിടിച്ച് NCC കേഡറ്റുകൾ വേൾഡ് ചിൽഡ്രൻസ് ഡേ സമുചിതമായി ആഘോഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു. കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന മേര യുവഭാരത് തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ 15-നും 29-നും മധ്യ പ്രായമുള്ളവർക്ക് ത്രിദിന സൗജന്യ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 28, 29, 30 തീയതികളിൽ പീച്ചിയിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 628292960002 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇടിയഞ്ചിറ റെഗുലേറ്റർ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി. ഫെബ്രുവരിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. താൽക്കാലിക ബണ്ട് നിർമ്മാണം 2 ആഴ്ചയ്ക്കുള്ളിലും പൂർത്തിയാകും. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുരോഗമിക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികളും
വളയം ബണ്ടിന്റെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തിയാക്കാൻ കളക്ടറുടെ നിർദ്ദേശം. സന്ദർശിച്ച ശേഷം അവലോകന യോഗത്തിൽ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണം. മറ്റു പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതാണ്. താൽക്കാലിക ബണ്ടിന്റെ പ്രവൃത്തി അടുത്ത ആഴ്ചയിൽ തന്നെ ആരംഭിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പുരോഗതി അനുസരിച്ച് റെഗുലേറ്ററിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാക്കാം. പുരോഗതി വിലയിരുത്താനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ വിളിച്ച് നിർമ്മാണ പുരോഗതി സബ് കളക്ടർ ഉറപ്പാക്കേണ്ടതാണ്. പറപ്പൂർ സെന്റ് ജോൺ നെബുംസാൻ ഫൊറോന പള്ളിയിൽ വിശുദ്ധ റോസായുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ നവംബർ 21 മുതൽ 24 വരെ. 21 ദീപാലങ്കാര സ്വിച്ച് ഓൺ സേവ്യർ ചുറ്റിലപ്പള്ളി MLA നിർവഹിക്കും. 22 30 കുടുംബ യൂണിറ്റുകളിൽ നിന്ന് അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തും. 23 രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, 5:30 കിഴക്കേ അങ്ങാടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ സെബി പുത്തൂർ, ഡോക്ടർ ജെയിംസ് ടിറ്റിലപ്പള്ളി, CP തോമസ്, CG ഗിൽബർട്ട്, AC ആന്റോ എന്നിവർ പങ്കെടുത്തു. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ട സന്തോഷിനെ ജയിലിലാക്കി. ഇതുവരെ തൃശൂർ ജില്ലയിൽ 73 പേരെ 2025 കാപ്പ പ്രകാരം ജയിലിലടച്ചു. 140 പേർക്കെതിരെ നാടുകടത്തി മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. 213 ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് സന്തോഷിനെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിൽ നവംബർ 29 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. SSLC ആണ് യോഗ്യത. ഫീസ് 7000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് SSLC, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം അഡ്മിഷൻ ഫീസ് 2000 രൂപയുമായി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യാം. അവസാന തീയതി നവംബർ 25 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 8547 632409. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക്. ഇന്ന് പവന് 120 രൂപ കുറഞ്ഞു. ഇന്നലെ പവന് 880 രൂപ ഉയർന്നു. ഇന്ന് 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 91,440 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി 5%, GST 3%, ഹാൾമാർക്കിംഗ് ചാർജ് ചേർത്താൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിനടുത്ത് ചിലവ് വരുന്നതാണ്. വെള്ളിയുടെ വിലയും കുത്തനെ ഇടിഞ്ഞു. വെള്ളിയുടെ വില എന്നാൽ ഇന്ന് 163 രൂപയായിട്ടാണ് കുറഞ്ഞത്. മയിലാട്ടുംപാറ കൃഷ്ണത്ത് പറമ്പിൽ 65 വയസ്സുള്ള ബാഹുലേയൻ അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 വടക്കുംപാടം ആത്മാലയത്തിലാണ്. ഇന്ദിരയാണ് ഭാര്യ. ഇന്ദുലേഖ, പ്രസാദ് എന്നിവർ മക്കളും മുരുകദാസ്, അംബിക എന്നിവർ മരുമക്കളുമാണ്. വിലങ്ങന്നൂർ പായക്കണ്ടം പാറക്കപ്പടവിൽ മോഹനൻ അന്തരിച്ചു. 70 വയസ്സ്. സംസ്കാരം പിന്നീടാണ്. ഷീജയാണ് ഭാര്യ. നിമിഷ, നിർമ്മൽ എന്നിവർ മക്കളും. പ്രഗിൽ, ഡോക്ടർ ലയ കൃഷ്ണ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. നടത്തറ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു.
തൃശൂർ കെന്നൽ ക്ലബിന്റെ അഖിലേന്ത്യാ ശ്വാന പ്രദർശനം 22-23 തീയതികളിൽ തോപ്പ് സ്റ്റേഡിയത്തിൽ. മാടക്കത്ര മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ താണിക്കുടം സ്കൂളിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.